നമസ്കാരം. 2024 ജനുവരി 26 നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുക്കുമെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ സർക്കാർ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനെയാണ് മുഖ്യ അതിഥിയായി തീരുമാനിച്ചതെങ്കിൽ പോലും ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തലസ്ഥാന നഗരിയായ ദില്ലിയിൽ എത്താൻ സാധിക്കില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചടങ്ങിൽ ഇമ്മാനുവൽ മാക്രോൺ എത്തുമ്പോൾ അതിന് നിരവധി പ്രത്യേകതകളുമുണ്ട് എന്ന് ഓർക്കുക. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജൂലൈയിൽ ഫ്രാൻസ് സന്ദർശിക്കുകയും പാരീസിൽ നടന്ന ബാസ്റ്റിൽ ഡേ ആഘോഷങ്ങളിൽ അവിടുത്തെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റിനെ തന്നെ ക്ഷണിച്ചിരിക്കുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഫ്രാൻസിൽ എല്ലാ വർഷവും ബാസ്റ്റിൽ ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. എന്തായാലും ഇന്ത്യ ആതിഥേയത്വം വഹിച്ച G20 ഉച്ചകോടിക്കായി സെപ്റ്റംബറിൽ മാക്രോൺ ദില്ലി സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദീർഘനേരം നീണ്ടുനിന്ന ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ത്യ ഫ്രാൻസ് ബന്ധം അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയതന്ത്ര തലത്തിലുള്ള ബന്ധം തന്നെയാണ്. എന്തായാലും തങ്ങൾ ഇരുവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് ആ സമയത്ത് തന്നെ ഇമ്മാനുവൽ മാക്രോണിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പും ഉണ്ടായിരുന്നു. നമുക്കറിയാം, നിലവിൽ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഏറ്റവും അധികം സഹകരിക്കുന്നത് ഫ്രാൻസുമായി തന്നെയാണ്. റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ തുടങ്ങി ഇന്നിപ്പോൾ ഏറ്റവും അത്യാധുനികമായ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി യുദ്ധ കോപ്പുകളിൽ വരെ ആ സഹകരണം നിലച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയിൽ എത്തുമ്പോൾ പുതുതായി പ്രതിരോധ മേഖലയിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം ചെറുതായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.